തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ശാഖകുമാരി കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. ഭർത്താവ് അരുണാണ് പ്രതി. നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എം ബഷീറാണ് ശിക്ഷ വിധിച്ചത്. 2020 ശാഖകുമാരി കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. ജീവപര്യന്തം തടവ് വിധിച്ചുകൊണ്ട് എന്നെല്ലാം കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി പണം നേടിയെടുക്കാൻ വേണ്ടി വിവാഹം കഴിച്ചു മുതലായ പരാമർശങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അത് മുഴുവനും കോടതി ശരിവെച്ചോ? അപർണ, 2020 വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിന്റെ വിധിയാണ് ഇന്ന് നെയ്യാറ്റിങ്കര കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ പ്രായ വ്യത്യാസങ്ങൾ തുടർന്ന് വിവാഹിതരായതായിരുന്നു ശാഖകുമാരിയും ഭർത്താവായ അരുൺകുമാറും. വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ശാഖകുമാരിയെ അരുൺകുമാർ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയത് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ കൂടിയായ അരുൺകുമാർ കൊലപ്പെടുത്തിയത് ശാഖകുമാരിയെ വൈദ്യുതി ഇലക്ട്രിക് കടത്തിവിട്ടായിരുന്നു കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് മനസ്സിലായത്. അത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കൊലയ്ക്ക് പിന്നിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വളരെ ഭൂസ്വത്തിന് ഉടമയാണ് ഈ പറയുന്ന ശാഖകുമാരി. ശാഖകുമാരിയുടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നപ്പോൾ ആശുപത്രിയിൽ വെച്ചായിരുന്നു അരുൺകുമാർ ഈ പറയുന്ന ശാഖകുമാരിയെ പരിചയപ്പെടുന്നതും സുഹൃത്ത് ബന്ധം ഉണ്ടാകുന്നതും. തുടർന്ന് സ്വത്തിനുടമയായ ഇവരിൽ നിന്ന് ധാരാളം കാശുകൾ വാങ്ങി ആഡംബര ജീവിതം നയിച്ചു വരുന്നു. പക്ഷേ തനിക്ക് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞു വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടുകൂടിയായിരുന്നു ഇവർ വിവാഹത്തിലേക്ക് എത്തുന്നത്. വിവാഹ സമയം അരുൺ മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വിവരം മറ്റു സമൂഹ മാധ്യമങ്ങളിലോ ഒന്നും പറയാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കല്യാണം നടത്തുന്നത്. കല്യാണ സമയത്ത് അരുണിന്റെ ഒരു കൂട്ടുകാരൻ മാത്രമേ ഈ കല്യാണ സമയത്ത് പങ്കെടുത്തിരുന്നുള്ളൂ. ആ സമയത്ത് ഒപ്പം 50 ലക്ഷം രൂപയും 100 പവന്റെ സ്വർണവും ശാഖകുമാരിയുടെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഡിമാൻഡെല്ലാം അംഗീകരിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിലും ശാഖകുമാരിയുടെ ബന്ധുക്കൾ ചിലർ ഫോട്ടോ ഈ പറയുന്ന നവമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചതോടുകൂടി ഇത് ഈ പറയുന്ന അരുണുമായി സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു. പിന്നെ അയാളുടെ ഉദ്ദേശം ഭർത്താവായി ഇരുന്നു കൊണ്ട് ശാഖകുമാരിയെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരിക്കൽ ഈ പറയുന്ന മൈക്രോ ഓവനിലൂടെ വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് ഫലം കണ്ടില്ല. അങ്ങനെ ഇരിക്കുകയായിരുന്നു ക്രിസ്മസ് നാളില് ഈ പറയുന്ന നക്ഷത്ര ദൈവങ്ങൾ തെളിയിക്കുന്ന സ്ഥലത്ത് വൈദ്യുതി കടത്തിവിട്ട് ഈ പറയുന്ന ശാഖകുമാരിയെ കൊലപ്പെടുത്തുന്നത്. മർദ്ദിച്ചതിന് ശേഷം അവശയാക്കിയ ശേഷം കൊലപ്പെടുത്തിയെന്നുള്ളതായിരുന്നു പോലീസ് കണ്ടെത്തൽ. വെള്ളറട പോലീസായിരുന്നു സംഭവത്തിന്റെ അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. ശ്രീകുമാറായിരുന്നു അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. എന്തായാലും അത് കോടതിയിൽ വന്നു. കോടതി അത് പ്രോസിക്യൂഷന് ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരുണിനെതിരെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ. അരുൺ മോഹൻ വിവരങ്ങൾ നൽകിയത്.